ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. കേണിച്ചിറ ഇരുത്തിലോട്ടുകുന്നിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അഭിനവ്. സ്വകാര്യ ബസ് ഡ്രൈവറായ പിതാവ് ജെയ്സനും അമ്മ നീതുവും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഉച്ചയോടെ 4 പേർ വീട്ടിലെത്തി മർദ്ദിക്കുകയും ദ്രാവകം കുടിപ്പിക്കുകയും ചെയ്തതായാണ് കുട്ടി പറയുന്നത്. കൊച്ചെന്നെ വിളിച്ചിട്ട് പറയുന്ന, അച്ഛൻ എന്നെ കുറേ പേര് കയറി ആക്രമിച്ചു, എൻ്റെ വായിലേക്ക് എന്തൊക്കെയോ ഒരു സ്പ്രേ ചെയ്തു, എനിക്ക് പറ്റുന്നില്ല, അച്ഛനെ ഓടി വാ, എന്നെ കൊല്ലുകയാണ്, ഓടി വാ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ തന്നെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അപ്പോൾ തന്നെ ഞാൻ വേഗം ഫോൺ കട്ടാക്കിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ അവിടെ ടൗണിൽ തന്നെ അടുത്തുള്ള അവിടെ പരിസരങ്ങളിലുള്ള സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ കൊച്ചിനെന്തോ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ഓടിപ്പോയി ഒന്ന് നോക്കണം, ഞാൻ വണ്ടിയിലാണ്, ഒന്ന് ഓടിപ്പോയി നോക്കണം, ഏതെങ്കിലും വണ്ടി എടുത്ത് പോകുന്നു. അങ്ങനെ ഇവർ ചെന്നപ്പോൾ കൊച്ച് ഡ്രസ്സൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊച്ച് കട്ടിലേലാണ്, പകുതി കട്ടിലേലും പകുതി താഴെയായിട്ടാണ് കൊച്ച് കിടക്കുന്നത്. കൊച്ചിൻ്റെ ബോധത്തിലല്ല കിടക്കുന്നത്. അയൽവാസിയായ രതീഷ് വീട്ടിലെത്തിയപ്പോൾ അബോധാവസ്ഥയിൽ നഗ്നനായി കിടക്കുകയായിരുന്നു അഭിനവ്. ആദ്യം സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ കൂടുതൽ പരിശോധനകൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കേണിച്ചിറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.